അപ്പോൾ സംഭവം അവർ എയറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. എനിക്കും അത്ര ഒന്നും പ്രോപ്പറായിട്ട് മനസ്സിലായില്ല. എയറേഷൻ ഓരോന്നും ഓക്സിജൻ ഡിപ്ലീഷൻ ആവുന്നുണ്ട്, അപ്പോൾ അതിനു വേണ്ടിയുള്ള എയറേഷനാണെന്നാണ് അവർ പറയുന്നത്. നോട്ട് കംപ്ലീറ്റ് ഷുവർ. അവിടെ കുറച്ച് ഫിഷിങ്ങിൻ്റെ ഗിയറും കാര്യങ്ങളും കാണുന്നുണ്ട്. ഇനി മീൻ പിടിക്കാനുള്ള പരിപാടിയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. പിന്നെ അവരെ മുമ്പൊന്ന് വീഡിയോ എടുക്കണ്ട, കാരണം അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു. സോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടും അത് ഒരു എൻട്രി ഇല്ലീഗലാണല്ലോ. പുള്ളി ഞാൻ ചോദിച്ചെങ്കിൽ പോലും പുള്ളി പറഞ്ഞു സ്റ്റിക്ക് വിത്ത് ദിസ്, ഇവർ ഈ ഒരു കൗണ്ടിൻ്റെ ലൈനിൽ സ്റ്റിക്ക് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. സോ നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോവാം. അതായത് ലേക്ക് ഞാൻ കണ്ടു. ഇറ്റ്സ് എ ബിഗ് ലേക്കാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു സീനിക് ബ്യൂട്ടി. എവിടെ പോകാനൊരു ലൊക്കേഷൻ ഉണ്ട്. ലൊക്കേഷനാണ് നമുക്ക് മിസ്സായിപ്പോയി. ലെറ്റ്സ് സീ. നമുക്ക് വണ്ടി പോകുന്ന ഒച്ചെല്ലാം കേൾക്കാം. നമ്മൾ റോഡിലേക്കാണ് പോകുന്നത്. സോ നമുക്ക് പോകേണ്ട സ്ഥലം ഇതല്ല. ഇവിടെയൊക്കെ വാട്ടറില്ല സ്ഥലമാണെന്ന് തോന്നുന്നു, പക്ഷെ അതെല്ലാം ഡ്രൈ ആയിപ്പോയി. ഇതൊക്കെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ലാൻഡ് തന്നെയാണ്. നമുക്കൊരു മാർഗത്തുനിന്ന് ആനിമലിനെ പോലും കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. 2 റോഡാണ് കാണുന്നത്, ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. അവിടെയും ലേക്കുണ്ട്. ഇത് ഫിഷിങ്ങിനുള്ള പരിപാടി തന്നെയാണ്. നമുക്ക് ഇതുവഴി ഒന്ന് പിടിച്ചു നോക്കാം, എവിടെ എത്തുന്നെങ്കിൽ നോക്കാം നമുക്ക്. ഓഹ്, ഫുള്ള് റോഡ് ഡൈവേർഷൻ. അതുകൊണ്ട് നമുക്ക് എവിടെ എത്തുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എത്തുന്നിടത്തെത്തട്ടെ. ഓക്കെ,
ദിസ് ഈസ് ഗുഡ്. ശരിക്കും this is nice. നമുക്ക് കുറച്ച് സൈലൻ്റായിട്ട് പോവാം, കാരണം ഇനി കുറച്ച് മുന്നാട്ടം കുറവായിരിക്കും. കാരണം എന്തെങ്കിലും കാണണമെങ്കിൽ നമുക്ക് മുണ്ടാണ്ടെന്നാലാണ് കാണുന്നത്. ഇവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട്, അത് ക്ലോസ്ഡ് ആണോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ അറിയത്തില്ല. അത് ലോക്കാണെന്ന് സംശയമുണ്ട്. ഇവിടെ എന്തല്ലോ ബാരലും വണ്ടീൻ്റെ ടയറും ഇതൊന്ന് കുറേ ഒരുപാട് വർഷം പഴക്കമില്ല എന്തൊക്കെയോ ഇവിടെ നടന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ല. ഇവിടെ ടയർ കാണുന്നുണ്ട്, പണ്ടത്തെ ഈ മെറ്റൽ ബാരൽ മറ്റേ ഓയിലും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഇതിൽ ബാരൽ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഉള്ളിൽ കയറിയിട്ട് വഴി നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടത്തേക്കായത്. മെയിൻ ലേക്ക് അടുത്തേക്ക് എത്താൻ പോകുന്നത്. തൊട്ടപ്പുറത്ത് മെയിൻ ലേക്കാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരം എത്തി. കറങ്ങി പോകാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഇവിടെ വാനും ബാക്കിയും കാണുന്നുണ്ട്. എവിടെ എത്തിയെന്നൊരു പ്രോപ്പറായിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല. എവിടെ എത്തുന്നതെല്ലാം പിടുത്തൊന്നും കിട്ടുന്നില്ല. മിക്കവാറും തിരിച്ച് നടക്കേണ്ടി വരുമായിരിക്കും ഉള്ളിൽ കൂടെ തന്നെ. ഈ മെയിൻ ലേക്കൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇവിടെ ലേക്കൊന്നുമില്ല, ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇനിയിപ്പം മഴയൊക്കെ വരുമ്പോൾ വിൻ്ററൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഉണ്ടാവുമായിരിക്കും. ഇതാണ് മെയിൻ ലേക്ക് എന്ന് പറയുന്ന സ്ഥലം. ഒരു ലേക്ക് സപ്പോസ് ടു ബി സേഫ് ലേക്കാണ് ആവണം. വെള്ളമൊന്നുമില്ല, ഡ്രൈഡപ്പായി സ്ഥലം മുഴുവൻ. സോ നമുക്ക് തിരിച്ചു പോകുന്നത് നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഇനി കറങ്ങി നമുക്ക് എത്താൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, ഇത് നല്ല അടിപൊളി കുറച്ച് മാൻമെയ്ഡ് ലേക്ക് പോലെയുണ്ട്. പക്ഷേ കാണാൻ കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടില്ലേ?
നല്ല അടിപൊളി ലേക്കാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഫ്രഷ് വാട്ടർ പോലെയുണ്ട്. ഒരു മനുഷ്യ നിൽക്കുന്നുണ്ട്. നെസ്റ്റിംഗ് ഉണ്ടോന്ന് അറിയത്തില്ല. സാധാരണ നെസ്റ്റിങ്ങിലാണോ സംശയമുണ്ട്. മൂവ് ചെയ്യാണ്ടിരിക്കുന്നുണ്ടൊരു സംശയം. അമ്മേ എന്തോ അവിടെ ചത്തിട്ടുണ്ട്, അതായി മണക്കുന്നത്. എന്തോ മീനാണോ അതിന് സ്വാനാണോ അറിയത്തില്ല. ഇതൊരു ഫിഷിങ്ങിന് ഹോബിയാവാൻ സാധ്യത കുറവാണ്. മിക്കവാറും പിടിച്ചു കൊണ്ടുപോകേണ്ടതായിരിക്കും. Mindful Waters Education Learning Fishing Lake for Students. Peak ഇതൊരു പഠിക്കാനുള്ള സംഭവമാണ്. ഒരുപാട് ആൾക്കാർ ഫിഷിങ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സാധ്യത. അപ്പോൾ നമുക്ക് വിടാവിടുക. ഇത് തോന്നുന്നില്ല ഇത് പ്രോപ്പറായി പിടിച്ചിട്ട് വിടുന്നതാണോ, മിക്കവാറും കൊണ്ടുപോകുന്നതാണോ സാധ്യത. ഇങ്ങോട്ട് വണ്ടിയൊക്കെ വരുന്ന സ്ഥലം പോകുന്നുണ്ട്. വണ്ടിയൊക്കെ വരുന്ന സ്ഥലമാണ് പോകുന്നത്. പ്രോപ്പറായി റെഡി വണ്ടി സപ്ലൈ എത്തിക്കുന്നുണ്ട്. സോ പ്രൈവറ്റ് ഫിഷിങ്ങും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പഠിക്കാനൊക്കെ വേണ്ടി ചെയ്യുന്നുണ്ട് തോന്നുന്നു. ഒരു 8 മിനിറ്റ് നടന്ന് നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തും. നോക്കാം. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഇത് വലിയ കാണാനൊന്നുമില്ല ഇവിടെ, ജസ്റ്റ് നല്ല വെയിലൊരു എഴുതാ സ്ഥലമാണ്. മൈൻഡ്ഫുൾ വാട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. Curious explorers, resilient learners, and I don't know. ഞാൻ പോയിരുന്നു ഗൈസ്, ഞാനത് കട്ടാക്കിയെന്ന് വീഡിയോ ഒന്ന് തീർക്കിയെന്ന്. നമുക്ക് പിന്നെ ബാക്കിയെടുക്കാം. ബൈ. സൈനിങ് ഓഫ് നിലേഷ്.